യാവ ആക്രമണ സംഭവങ്ങൾ ഇന്നലെ പിണറായിയിലാണ് ഒരു സ്ഫോടനം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസ് അതൊരു ബോംബ് സ്ഫോടനമാണെന്ന് സംശയിച്ചു. പിന്നാലെ പോലീസ് തന്നെ പറയാണ് അത് ബോംബ് സ്ഫോടനമല്ല, അത് പടക്കം പൊട്ടിയതാണ്. പക്ഷെ കൈപോയി ബോംബ് കൊണ്ട് നടന്നവന്റെ കൈപോയി രണ്ടെണ്ണം. അതുകൊണ്ട് അതിനകത്ത് നിഷേധിക്കാൻ അവർക്ക് സാധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി CPM-ന്റെ ഗുണ്ടായിസം കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് വളരെ വ്യാപകമായിരുന്നു. ഒരിക്കലും CPM-ന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഗുണ്ടായിസം അവർ കാണിച്ചിട്ടുണ്ട്. അക്രമം ബൂത്തിൽ കയറി നമ്മളെ വനിതകളെപ്പോലും അവർ തല്ലിയിട്ടുണ്ട്. അത് ഒരുപാട് ആളുകളെ തല്ലി അടിച്ച് കൈയും കാലും പൊട്ടിച്ചിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഈ അക്രമത്തൊക്കെ CPM-ന്റെ ഒരു മുഖമുദ്രയായി മാറുകയാണ്. പക്ഷേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങിയാൽ CPM പിടിച്ചു നിൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഞാൻ അവരെ വാൺ ചെയ്യാണ് CPM-നെ, അക്രമം നിർത്താൻ നിങ്ങൾക്ക് തയ്യാറില്ലെങ്കിൽ അക്രമത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാവും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തതിൻ്റെ ഫലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റിസൾട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഒത്തിരിയൊന്നുമല്ല. CPM-ന്റെ അക്രമത്തെ ഭയന്നൊന്നും കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകന്മാർ പിന്മാറാനോ പ്രവർത്തനം മന്ദീകരിപ്പിക്കാനൊന്നും അങ്ങനെ നടക്കുമെന്നവർ കരുതണ്ട, ഒരു സ്വപ്നം കരുതണ്ട. ഓരോ ഇഞ്ചും CPM-ന്റെ അക്രമത്തോട് പൊരുതിക്കൊണ്ട് മുൻപോട്ട് പോകാനുള്ള കപ്പാസിറ്റി കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട് എന്നത് ഇടതുപക്ഷം മറക്കണ്ട. പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലത്തിൽ പോലും ഞങ്ങൾ ചെയ്യേണ്ടതും ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നാളെയും പ്രവർത്തിക്കും, മറ്റന്നാളും പ്രവർത്തിക്കും. ഒരു തർക്കവും വേണ്ട.